ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹാൻഡ് മെയ്ഡ് ക്രിയേഷൻ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ഫ്രെയിം യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുവാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, സിസറ്, സ്കെയില്, പെന്ന്, പിന്നെ നീഡിൽ. ഈ ഫ്രെയിമാണ് കേട്ടോ. ഈ ഫ്രെയിം യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ വേണ്ടത് ത്രെഡാണ്. ഇങ്ങനൊരു ത്രെഡിനെ ഇതുപോലെ മുടഞ്ഞെടുത്തതാണ്. അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഐക്കൺ ഇവിടെ കൊടുക്കാം കേട്ടോ മുകളിൽ. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം യൂസ് ചെയ്യുന്നതിൻ്റെ അത് കാണിക്കുന്നതിനോടൊപ്പം തന്നെ നോട്ട് ഇടുന്നതും സൂചിയിൽ നൂല് കോർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ടേബിളിലേക്ക് ക്ലോത്ത് ഇതുപോലെ വിരിച്ചിടാം. എന്നിട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ടൊരു ലൈൻ വരച്ചെടുക്കാം കേട്ടോ. പെൻസിലോ പേന യൂസ് ചെയ്തിട്ട് ലൈൻ വരച്ചെടുക്കാം. ഞാനിവിടെ പേനയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. പേന യൂസ് ചെയ്തിട്ട് ലൈൻ വരച്ചെടുക്കാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ലൈന് വരച്ചിട്ടുണ്ട്. ഇത് ആ തുണിയുടെ ഇങ്ങ് അറ്റം വരെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നന്നായിട്ട് ത്രെഡ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക, എന്നാലേ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ആവുള്ളൂ. അപ്പം ഞാനിപ്പോൾ ചെറിയൊരു ലൈൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാനായിട്ട് കുറച്ച് ലൈൻ വരച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് ഇങ്ങനെ ത്രെഡ് വേർപെടുത്തി എടുക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ 2 ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അതിനായിട്ട് ഇതിൽ നിന്ന് 2 ത്രെഡ് നമുക്ക് ഊരിയെടുക്കാം. ഇങ്ങനെ 2 ത്രെഡ് ഊരിയെടുക്കാം കേട്ടോ. അല്ലാതെ മറ്റേ ആ മുഴുവനായിട്ടുള്ള ആ ത്രെഡിൻ്റെ ഇതിൽ 6 നൂല് വരും കേട്ടോ. 6 നൂല് കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഒരു സെറ്റ് ഇങ്ങനെ വരുന്നതാണ്. കണ്ടോ, ഇത് 6 വരും. അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് മുടഞ്ഞെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 2 ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ത്രെഡ് ഒരുപാട് ആവശ്യമൊന്നുമില്ല, കുറച്ച് ത്രെഡ് മതിയാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോട്ട് ഇടുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് അതിൻ്റെ എൻഡൊന്ന് പിടിച്ചതിന് ശേഷം ചൂണ്ടുവിരലിൽ കൂടി ഇങ്ങനെ ചുറ്റി അതിനെ ഇങ്ങനെ മെല്ലെ അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് മുകളിലേക്ക് വലിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ നോട്ട് വീഴും. ഒന്നുകൂടി വേറൊരു രീതിയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനെ ചുറ്റിയിട്ട് എൻഡിനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നോട്ട് വീഴും. ഇങ്ങനെയും ചെയ്യാം. മറ്റേത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നോട്ട് ഇടാൻ പറ്റും. ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരുക്കി കൊടുക്കുക, എന്നിട്ട് മുകളിലേക്ക് വലിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ നോട്ട് വരും. കണ്ടോ, സിമ്പിളാണ്. നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് ഇതുപോലെ കട്ടിയുള്ള നൂല് എടുത്തിട്ടാണ് ചെയ്യുന്നത്, എന്നാലും ക്ലിയർ ആയിട്ട് കാണുള്ളൂ. അപ്പോൾ സൂചിയിൽ നൂല് കോർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നൂല് പിടിച്ചിട്ട് നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊടുക്കുക നൂലിൻ്റെ അറ്റത്ത്. അപ്പോൾ നൂല് മെല്ലെ സൂചിയുടെ ഹോളിലേക്ക് കയറിക്കോളും. അതിന് നമ്മൾ മെല്ലെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂചിയിൽ നൂല് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 നൂലിലും നോട്ട് ഇടുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. അത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. സൂചിയിലേക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രെയിം യൂസ് ചെയ്യാതെ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ തള്ളവിരലും ചൂണ്ടുവിരലും ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക, ബാക്കി വിരലിനെ ക്ലോത്തിൻ്റെ അടിയിലേക്ക് പിടിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വരച്ച ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് താഴെ നിന്നും മുകളിലേക്ക് നീഡിലിനെ കുത്തി എടുക്കാം കേട്ടോ. അങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം കുറച്ച് അകലത്തിൽ സൂചി കുത്തി താഴേക്ക് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ എടുത്ത ആ നൂല് വരുന്ന ആ ഭാഗമില്ലേ, അവിടെ നിന്ന് ആ നൂലിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവോ വരുന്ന ഭാഗം അത്രയും അളവിൽ നീഡിൽ താഴേന്ന് കുത്തിയെടുക്കേണ്ട ആ വരയിൽ. അതിനുശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതേ അളവിൽ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റിച്ച് വേണ്ടിയിട്ടുണ്ട്. അടുത്ത് വീണ്ടും ആ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ തുന്നിയതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവോ, നമ്മൾ ആദ്യം എടുത്ത സ്പേസ് എത്രയാണോ അത്രയും ആദ്യം എടുത്ത് സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ് തന്നെ കറക്റ്റായിട്ട് ഒരേ അളവിൽ വരണം. അതുപോലെ സ്പേസുകളും ഒരേ അളവിലായിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഫ്രെയിം യൂസ് ചെയ്ത് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.